ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കി കുളത്തിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു. പട്ടാമ്പി നഗരസഭയ്ക്ക് കീഴിലെ കീഴായൂർ ആനങ്ങാട്ട് കുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീനുകൾ ചത്തുപൊങ്ങുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങിയിട്ട് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായി മീനുകൾ ചാവുന്നത് കണ്ടെത്തിയത്. സംഭവം അറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുളത്തിലെ വെള്ളവും ചത്തുപൊങ്ങിയ മീനും വിശദ പരിശോധനയ്ക്ക് അയച്ചു. ചത്തുപൊങ്ങിയ മീനുകൾ നീക്കം ചെയ്യാൻ തുടങ്ങി. സംഭവത്തെ തുടർന്ന് പരിശോധനാ ഫലം വരുന്നതുവരെ കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റ് താൽക്കാലികമായി നിരോധനം നഗരസഭാ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കുളങ്ങളിലൊന്നാണ് ആനങ്ങാട്ടുകുളം. ആനങ്ങാട്ടുകുളത്തിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ മീന് ഫിഷറീസിൻ്റെ കീഴിൽ നമ്മളിവിടെ ക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഇപ്രാവശ്യം നമ്മൾ വെള്ളം കൂടിയ സമയത്ത് മീനുകൾ ചത്തുപൊങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം എന്ന് മനസ്സിലായിട്ടില്ല. വെള്ളം പരിശോധിക്കുന്നത് നമ്മൾ സ്വകാര്യ ലാബിൽ ഇപ്പോൾ പരിശോധിക്കാനുള്ള ടെസ്റ്റിനുള്ള സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫിഷറീസിൻ്റെ ഭാഗത്തുനിന്ന് അവർ വന്നിട്ട് ഇന്ന് ജലം പരിശോധിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് കുളിക്കാനും അതുപോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ഭൂഗർഭജല സംവിധാനത്തെയൊക്കെ നിലനിർത്തുന്നത് ഈ കുളമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കുളത്തിൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ധാരാളം മീനുകൾ ചത്തുപൊങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇന്നിപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ആളുകളെ പ്രത്യേക ഏർപ്പാട് ചെയ്തുകൊണ്ട് ഈ ചത്തുപൊന്തിയ മീനുകളെ മുഴുവൻ കരയ്ക്ക് അടുപ്പിച്ച് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിശദമായൊരു പരിശോധന ആവശ്യമാണ്. ലാബിൽ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനും അതുപോലെ ചത്ത മീനുകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ നഗരസഭ ഏർപ്പാടാക്കുന്നുണ്ട്. മത്സ്യസമൃദ്ധി പദ്ധതി വഴി മത്സ്യകൃഷിക്കായി നിക്ഷേപിച്ച മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. 3 കിലോ തൂക്കം വരുന്ന മീനുകളടക്കം ചത്തുപൊങ്ങിയിട്ടുണ്ട്. വിശദ പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യ വിഭാഗത്തിന്റെയും ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം ഉൾക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നഗരസഭാ സാരഥികൾ പറഞ്ഞു. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ജനങ്ങൾ കുളിക്കുന്നതിനും മറ്റും ആശ്രയിക്കുന്ന മണ്ഡലത്തിലെ തന്നെ വലിയ കുളത്തിൽ ഒന്നാണിത്. NCV ന്യൂസ് തൃത്താല. 6 മാസം കൊണ്ട് SSLC ഓർ +2 ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ആയും ഡിപ്ലോമ, ഡിഗ്രി, PG ഓൺലൈൻ ഓർ ഡിസ്റ്റൻസ് ആയും സ്വന്തമാക്കാം. കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. ഹൈ ടോപ്പ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ NIOS ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. എടപ്പാൾ ആൻഡ് പൂക്കരതറ. കോൺടാക്ട് 9946 716 717 9744 807080.